ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ മോട്ടിവേഷൻ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചലഞ്ചസ് വിൽ ബ്രിങ് യു മോർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ചലഞ്ചസ് എന്ന് പറയുന്നത്, വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡാണ് അല്ലേ? പക്ഷേ വിൽ ബ്രിങ് മോർ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വേർഡാണ്. എങ്ങനെയാണ് ഒരു നെഗറ്റീവ് പോസിറ്റീവ് വേർഡ് വന്നു കഴിയുമ്പോൾ ആ തോട്ട് ഒരു ഫുള്ളി പോസിറ്റീവ് എനർജിയിലേക്ക് മാറുന്നത്? വെല്ലുവിളികൾ കൂടുതൽ അവസരങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു അല്ലെ, തരുന്നു. എങ്ങനെയായിരിക്കും ചാലഞ്ചസ് നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുതരിക? അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ഏത് സിറ്റുവേഷൻ എടുത്ത് നോക്കിയാലും നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഉറപ്പായിട്ട് നമുക്ക് അതിനൊരു തടസ്സം ഉണ്ടാവും അല്ല, ഒരു ബാരിയർ ഉണ്ടാവും. ആ ബാരിയർ എന്ന് പറയുന്നത് എപ്പോഴും ചിലപ്പോൾ നമ്മുടെ നല്ലതിനാവാം, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിലൂടെ നടക്കാതെ പോവാം. അങ്ങനെയൊക്കെ ഉണ്ടായാലും ജസ്റ്റ് മൂവ് ഓൺ അല്ലേ. ചലഞ്ചസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ എയിമിലേക്ക്, ലക്ഷ്യങ്ങൾ നേടാൻ അല്ലെങ്കിൽ ഡ്രീം നേടാനുള്ള ഒരു ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. ഒരു നല്ലൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് എപ്പോഴും. അപ്പോൾ അതിലെന്താണ് ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ എക്സാം റിസൾട്ട് വരുന്നതിന് മുന്നേ റിസൾട്ടിനെ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നീടുള്ള ഇല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ട് പിന്നീട് പഠിക്കാൻ പ്രോപ്പറായിട്ട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അങ്ങനെയൊക്കെ ചെയ്തു എന്ന് കരുതിക്കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ. നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. പക്ഷേ ഒരുപക്ഷെ നാളെ മുന്നോട്ടുള്ള വഴികളിൽ ഏറ്റവും അല്ലെങ്കിൽ മിടുക്കിമാരായി തീരാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം നാളത്തെ ലോകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഇടയ്ക്ക് വെച്ച് ജീവിതം തന്നെ അവസാനിപ്പിച്ചു പോകുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നും പോകാതെ ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ, ഈ വെല്ലുവിളികളെയൊക്കെ നിങ്ങൾ നേരിട്ട് ഒരു ദിവസം കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ജീവിതം ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നേക്കാളും മനോഹരമായിരുന്നേനെ. അപ്പോൾ അത് ഒരു വലിയൊരു ഫാക്ടറായിട്ട് നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒന്നാണ്. ഈ ചലഞ്ചസിനെ നേരിട്ടാലേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ, വേറൊരു വഴിയില്ല. അപ്പം നമ്മൾ അതിനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക, അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. പിന്നെ ഇതിൽ ഏറ്റവും എല്ലാത്തിലും ഉപരിയായിട്ടുള്ളൊരു വലിയ സത്യം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പരിധി കൂടുതൽ ഒന്നിനും കാർന്നു തിന്നാൻ പറ്റില്ല. ഒരു പരിധി കൂടുതൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് സ്ഥാനം കണ്ടെത്താൻ കഴിയില്ല. കാരണം ആ മനുഷ്യൻ അത്രമാത്രം സ്ട്രോങ് ആയിരിക്കും. ഏത് പ്രശ്നത്തെയും അല്ലെങ്കിൽ എന്തിനേയും നേരിടാനുള്ള ആ ഒരു ഗട്ട്സ് അവർക്കുണ്ടാവും. ആ ഒരു വിൽ പവർ അവരെന്ന് നേടിയെടുക്കുന്നോ അന്ന് ശരിക്കും വിജയം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫാക്റ്റായിരിക്കും. അല്ലെങ്കിൽ അത്രമാത്രം കഠിനമായിട്ടുള്ള ഒന്നല്ല. കാരണം അതിനെ എല്ലാം മറികടന്ന് ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ തരത്തിലുള്ള പ്രിപ്പറേഷനായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ ഇതൊക്കെ അവർക്ക് ഉണ്ടാകാം. പക്ഷെ അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നായിട്ട് പിന്നീട് മുന്നോട്ടുണ്ടാവില്ല. സോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം അങ്ങനെയുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പം പിന്തിരിഞ്ഞോടാതെ കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവഴി നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂസ്ഫുൾ ആക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രീം എന്താണോ എത്തിച്ചേരുക. സോ ഡോണ്ട് ഗോ ബാക്ക്, ഡോണ്ട് ക്വിറ്റ്, കീപ്പ് എ വിഷൻ ആൻഡ് ജസ്റ്റ് മൂവ് ഓൺ. അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കെല്ലാം നമ്മളൊരു ഹായ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബായും കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നേരിട്ട് അതുവഴി നമുക്ക് ഉണ്ടാവുന്ന അവസരങ്ങളെ നമ്മൾ യൂസ്ഫുള്ളാക്കി എടുത്ത് മുന്നോട്ട് പോയി വിജയം എന്ന് പറയുന്നത്, നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചെറിയ തോട്ട് എനിക്ക് തോന്നി ഷെയർ. കാരണം നമ്മൾ ഷെയർ ചെയ്യുന്നു അല്ലേ, നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ചില സമയത്ത് നമ്മൾ ചില വാചകങ്ങൾ
അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതൊക്കെ കേൾക്കുന്നത് നമുക്ക് ഏറ്റവും പ്രത്യേക ഒരു അനുഭവമായിരിക്കും. അത് എത്ര നമുക്ക് അറിയാമെങ്കിലും പറഞ്ഞാലും നമുക്ക് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഉണ്ടാവും. ജസ്റ്റ് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.